ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാസവള പ്രയോഗം ചെയ്ത് സൃഷ്ടിക്കപ്പെടുന്ന ഭക്ഷണങ്ങളിലൂടെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുക എന്നതാണ്. വിഷകാരികളായ ഭക്ഷണങ്ങളിലൂടെ നാം വലിയൊരു ദുരന്തത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഭാവി തലമുറയെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കുന്നുണ്ടോ? ഒരു തലമുറ വഴിതെറ്റുന്നുവെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തൊട്ടു മുന്നിലുള്ള തലമുറയ്ക്കാണ്. നമ്മുടെ ഭക്ഷണക്രമം ഓരോരുത്തരുടെയും സ്വഭാവത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. കേരളത്തിന്റെ പരമ്പരാഗത ജൈവ ഉൽപ്പന്നങ്ങൾക്ക് പണ്ടത്തേതിലും വലിയ സ്വീകാര്യത പൊതുസമൂഹത്തിൽ പ്രകടമാണ്. സമ്പൂർണ്ണ ജൈവ കൃഷിയിലേക്ക് മെല്ലെയെങ്കിലും കേരളം തിരിച്ചുപോകാൻ താൽപര്യമെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സന്നദ്ധ സംഘടനകളും ഭരണകൂടവുമൊക്കെ കൈമയും മറന്ന് ഒത്തുചേരാൻ താൽപര്യമെടുക്കുന്നതും ശുഭസൂചനയാണ്. ഇത്തരത്തിൽ ജൈവ സമൃദ്ധിയിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തിയവർ നിരവധിയാണ്. അക്കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് പാലക്കാട് കൊപ്പത്ത് സ്ഥാപിതമായ അഭയം എന്ന സന്നദ്ധ സ്ഥാപനത്തിന്റെ സാരഥിയായ പി. കൃഷ്ണൻ. ഒരു ബാങ്ക് ജീവനക്കാരനിൽ നിന്നും താങ്കളെ ജൈവ കർഷകനിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ? കനറ ബാങ്കിന് ചില ഗ്രാമവികസന പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെ ഗ്രാമവികസന സമിതികൾ രൂപീകരിക്കുകയും കാർഷിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ള പ്രവർത്തനം വഴി, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെയുള്ള പ്രവർത്തനം വഴി അവരെ ഈ ബാങ്ക് ലോൺ എടുക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു ബാങ്കിൻ്റെ പദ്ധതി. അങ്ങനെ ചില പ്രദേശങ്ങളിൽ ഗ്രാമവികസന സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അഭയം എന്നൊരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചു. അനാഥരായിട്ടുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ മുതിർന്നവർ, അഗതികളായിട്ടുള്ള ആൾക്കാർ, വീടില്ലാത്തവർ, ആർക്കും വേണമെങ്കിൽ താമസിക്കാനുള്ളൊരു കേന്ദ്രം നിലവിൽ 88 മെയ് മാസത്തിൽ അഭയം ആരംഭിക്കുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വിഭവങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ്, ഒരു വളരെ കുഗ്രാമത്തിലാണ് അത് ആരംഭിച്ചത്, പ്ലാശ്ശേരി പടിഞ്ഞാറ്റുമുക്കിൽ. അപ്പോൾ അവിടെയുള്ളവരാകുമ്പോൾ ചക്ക കിട്ടും, അല്ലെങ്കിൽ മാങ്ങ കിട്ടും, അടുത്തുള്ള ആൾക്കാർ കൃഷി ചെയ്ത നെല്ല് തരും. ആ രീതിയിൽ പൈസയ്ക്ക് മാത്രം വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രദേശമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി, നിങ്ങൾ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ ഒരു കച്ചവടത്തിൻ്റെ രീതി ഇല്ലാണ്ട് ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു 80 സെൻറ്റ് കൃഷിഭൂമി വാങ്ങിക്കുകയും അതിൽ കൃഷി എന്നുള്ള രീതിയിലാണ് ആദ്യം തുടങ്ങിയത്. 90 വരെ രാസകൃഷി എന്നുള്ള ഇതിലൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 90-ലാണ് ഞങ്ങളൊരു പ്രകൃതി ചികിത്സാ ക്യാമ്പിൽ പങ്കെടുക്കുകയും പ്രകൃതി ചികിത്സ എന്നുള്ള സംവിധാനം നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് അത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. സന്നദ്ധ സേവനം ഒരു ഫാഷൻ പരേഡായും ഉപജീവന മാർഗമായും കാണുന്ന നിരവധി പേപ്പർ സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അക്കൂട്ടരിൽ നിന്ന് കൃഷ്ണനെ പോലുള്ളവരെ വ്യത്യസ്തരാക്കുന്നത് ആത്മാർപ്പണവും സന്നദ്ധതയും നല്ല മനസ്സുമാണ്. കേരളത്തിലെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ ജീവനക്കാരനായിരുന്നിട്ട് ആ ഉദ്യോഗത്തിൽ നിന്ന് VRS എടുത്തുകൊണ്ട് സാമൂഹിക സേവനത്തിന് പുറപ്പെടുമ്പോൾ ഇദ്ദേഹം മണിമാളിയോ ആഡംബര വാഹനമോ മോഹിച്ചിരുന്നില്ല, മറിച്ച് സഹജീവികളോടുള്ള സഹാനുഭൂതിയായിരുന്നു. അവരെ ഉണ്ണാനും ഉടുക്കാനും ഉറക്കാനുമായി ഒരു തണലൊരുക്കാനുള്ള വെമ്പലിൽ നിന്നാണ് അഭയം എന്ന സന്നദ്ധ സംഘടനയുടെ പിറവി. ഇവർക്ക് ആവശ്യമായ വിഭവ സമാഹരണത്തിനായുള്ള അന്വേഷണത്തിനൊടുവിലാണ് ജൈവ കൃഷിയിലേക്കുള്ള ഒരു എത്തിനോട്ടം കൃഷ്ണനിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ രാസവളങ്ങളുടെ ദോഷവശം മനസ്സിലാക്കി വ്യാപകമായി ജൈവ കൃഷികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ താങ്കളുടെ രീതി എങ്ങനെയാണ്? പ്രകൃതിയോട് യോജിച്ച് നമ്മൾ കൃഷി ചെയ്യുക, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്ന രീതിയിലാണ്. അപ്പോൾ അത് പ്രധാനമായിട്ട് നെല്ലാണ് തുടങ്ങിയത്. നെല്ല് പല രീതിയിൽ ഇങ്ങനെ ജൈവ രീതിയിൽ നമ്മൾ തോല് വളം ഒക്കെ ഇട്ടിട്ട് ചെയ്തു. പിന്നീടാണ് നാടൻ വിത്തുകളാണെങ്കിൽ, പാരമ്പര്യ വിത്തുകളാണെങ്കിൽ കുറേയും കൂടിയും ഈൽഡ് ഉണ്ടാവും എന്നുള്ളതും. പച്ചക്കറി അതുപോലെ തന്നെയാണ്. പച്ചക്കറി നമ്മുടെ നാട്ടിലുള്ളതാണ്, നമ്മൾ തിന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജൈവ കൃഷി തുടങ്ങിയത്. അതും നമുക്കിവിടെ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നോ അതൊക്കെ ഉണ്ടാക്കുകയും അത് മുഴുവൻ ഇവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണിക്കാനുള്ള ഒരു വിഭവം ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിലധികമുള്ളത് മാത്രമേ നമ്മൾ വിൽക്കുള്ളൂ. അപ്പോൾ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ വ്യവസായ അടിസ്ഥാനത്തിലല്ല നമ്മുടെ കൃഷി,
മറിച്ച് ഭക്ഷ്യവിളകൾ എന്നുള്ള രീതിയിൽ ഉള്ള കൃഷിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്താണ് ജൈവകൃഷിയെന്നും പ്രകൃതി എങ്ങനെയാണ് സ്വാഭാവികമായ ജൈവവളങ്ങളെ സൃഷ്ടിക്കുന്നതെന്നും ഇടവിള കൃഷിരീതിയുടെ പ്രയോജനം എന്തൊക്കെയാണ് എന്നിങ്ങനെ ആഴത്തിലുള്ള വിജ്ഞാനം പൊതുസമൂഹത്തിനും അതുപോലെ പാരമ്പര്യ കൃഷിയിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നവർക്കും ലഭിക്കും. കേരളത്തിൽ ഈ വർഷം പ്ലാന്റ് ജനം അവാർഡ് കിട്ടിയത് 7 പേർക്കാണ്. അതിൽ താങ്കൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് കിട്ടിയത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അവാർഡാണ് ഈ പ്ലാന്റ് ജീനം സേവിയർ അവാർഡ്. അഭയത്തിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നാടൻ നെൽവിത്തുകൾ, പരമ്പരാഗതമായിട്ടുള്ള നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ്. 20ഓളം നെൽവിത്തുകളാണ് അന്ന് 2013 അവാർഡാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചുള്ളത്. 20 തരം നാടൻ നെൽവിത്തുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 40 തരമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 32 ഇട്ട് കഴിഞ്ഞു. ഇനി 2ാം വിളയ്ക്ക് വേണ്ടി 8 നമ്മൾ ചെയ്യാണ്. ചെറുവയൽ, വയനാട്ടിലെ ചെറുവയൽ രാമേട്ടനും ഞങ്ങൾക്കും ആണ് ഈ നെൽകൃഷിയിലെ ഇത്തരത്തിലുള്ള പരമ്പരാഗത നെൽവിത്ത് സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റ് ജീനം സേവിയർ അവാർഡ് കിട്ടിയത്. ശ്രീമാൻ കൃഷ്ണന് അപൂർവ ഇനം നെല്ലുകളുടെ സംരക്ഷണത്തെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റി പ്ലാന്റ് ജീനോം സേവിയർ പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയുണ്ടായി. ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 14 പേരിൽ 7 പേർ കേരളീയരായിരുന്നു. അതിൽ ശ്രീമാൻ കൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടതാകട്ടെ കേരളത്തിന്റെ നിലറയായി കരുതിയിരുന്ന പാലക്കാടിന്റെ ഹൃദയസ്പന്ദനം തുടിക്കുന്ന നെല്ലുൽപ്പന്നങ്ങൾക്കാണ്. ഏതാണ്ട് 40ഓളം അപൂർവ ഇനം നെല്ല് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. 40ഓളം വിളകളുടെ കാര്യം പറഞ്ഞായിരുന്നു. അതിൽ എത്ര മാസം മുതൽ എത്ര മാസം വരെ, അല്ലെങ്കിൽ എത്ര ദിവസമാണ് അതിൻ്റെ? 90 ദിവസം മുതൽ 8 മാസം വരെ, 200-240 ദിവസം വരെ മൂപ്പുള്ള വിത്തുകളാണ് നമുക്ക്. ഓക്കെ, നമ്മൾ ഈ 3 മാസം എന്ന് പറഞ്ഞല്ലോ, ഈ 90 ദിവസം കൊണ്ട് വിളവെടുക്കുന്നത് ഏത് തരം വിത്തുകളാണ്? ഇപ്പോൾ അവസാനം കിട്ടിയ നെയ്ച്ചീരയാണ്. ഓക്കെ, അതിനുമുമ്പ് രക്തശാലി, നവര, ഇത് 3 പ്രധാനമായിട്ടും ഈ 90 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ 8 മാസം കൊണ്ട് ഉപയോഗിക്കും? പ്രധാനമായിട്ട് പണ്ട് മുതലേ ഉള്ള ചേറ്റാടി ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മുണ്ടാൻകുട്ടി ഇറങ്ങിയിട്ടുണ്ട്, കുട്ടാടൻ ഇറങ്ങിയിട്ടുണ്ട്, ചേറ്റാടിയുടെ തന്നെ ഒരു വികസിച്ച രൂപമായിട്ടുള്ള മകരവും. ഈ 4 വിത്തുകളാണ് നമ്മൾ 8 മാസം മുമ്പ് കാരണം മെയ് മാസത്തിലിട്ടാൽ അടുത്ത ഫെബ്രുവരി മാസത്തിലാണത്. ഈ നെല്ലുകൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ ഭാഗമാകാൻ എക്കാലത്തും കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹം. മകരം, തവളകണൻ, കുറുവ, കുറ്റാടൻ, തെക്കൻ, അരിവാക്കരി, ഗന്ധകശാല, ജീരകശാല, ചേറ്റാഴി, ചിറ്റേനി, ഞവര, പൊന്മണി, മുണ്ടകൻകുട്ടി എന്നിങ്ങനെ പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത അപൂർവ ഇനം നെല്ലിനങ്ങളിൽ നിന്ന് പോഷക സമൃദ്ധമായ അരി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ കേരളത്തിന്റെ തനത് പാരമ്പര്യ കൃഷിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് നാം ഇദ്ദേഹത്തിലൂടെ കാണുന്നത്. അതുപോലെ തന്നെ ജൈവ പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഫാം ഹൗസ് ഹരിതഭംഗിയാർന്ന ഒരു പ്രദേശമായി മാറുന്നതിൽ ശ്രീമാൻ കൃഷ്ണന്റെ സംഭാവന നിസ്തുലമാണ്. അഭയയിലെ അന്തേവാസികൾക്ക് ആവശ്യമായതൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, ആവശ്യമുള്ളതിന് ശേഷമുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ പുറത്തുള്ളവർക്ക് വിൽക്കുകയും ചെയ്യുന്നു. മഴക്കാലത്തും കൃഷി ചെയ്യുന്നതിലേക്കായി മഴമറ കൃഷിയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. പരിപാലനത്തിനും വിളവെടുക്കാനുമായി അഭയയിലെ അന്തേവാസികളും അദ്ദേഹത്തോടൊപ്പം കൂടാറുണ്ട്. ഇതിൽ എന്തൊക്കെ ജൈവവളങ്ങളാണ് താങ്കൾ ഉപയോഗിക്കുന്നത്? ജൈവവളം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം 10-15 വർഷമായിട്ട് നമ്മൾ ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ജൈവവളം തന്നെ ആവശ്യമില്ല. പറമ്പ് കൃഷിക്ക് പാടത്ത് ഇലകൾ ഉപയോഗിക്കും, തോല് ഉപയോഗിക്കും, ചിലപ്പോൾ ചാണകം ഇടുന്നുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യണത് ഒരു സൂക്ഷ്മജീവികം വർദ്ധിക്കാനുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ ജീവാമൃതം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും കുറച്ച് പയറുപൊടിയും ശർക്കരയും ഒരു പിടി മണ്ണും കൂട്ടിയിട്ടുള്ള ഒരു മിശ്രിതം, അത് ഒരു 3-4 ദിവസം എടുത്തു വെച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ പാടത്ത് ചെടികൾക്ക് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ജീവാമൃതം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് ഒരേ ഒരു ഇവിടെ ചെയ്യണം നമ്മൾ പ്രവർത്തനം എന്ന് പറയുന്നത്. ജൈവ കൃഷിക്ക് ആവശ്യമായ ജൈവ വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഒരു അപൂർവത സ്വീകരിച്ചിട്ടുണ്ട് കൃഷ്ണൻ എന്ന പ്രതിഭാധനനായ ഈ കർഷകൻ. ജീവാമൃതം എന്ന മിശ്രിതമാണ് ഇദ്ദേഹം പ്രധാനമായും ജൈവവളമായി ഉപയോഗിക്കുന്നത്. ജീവാമൃതത്തിന്റെ നിർമ്മാണ രീതിയും കൗതുകകരമാണ്. പശുവിൻ ചാണകവും മൂത്രവും മണ്ണും
പയർപൊടിയും ശർക്കരയും മറ്റും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത മിശ്രിതം ക്ലോക്ക് വൈസായി ദിവസം 3 നേരം ഓരോ മിനിറ്റ് വീതം 15 ദിവസം കലക്കിയെടുത്താണ് ജീവാമൃതം നിർമ്മിക്കുന്നത്. ഇവയുടെ ഗുണമേന്മയെക്കുറിച്ചും ഈ കർഷകൻ പ്രതിപാദിക്കുകയുണ്ടായി. ഞാനിവിടെ ജീവാമൃതം ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു. താങ്കൾ ഒരേ ദിശയിൽ മാത്രം, ക്ലോക്ക് വൈസിൽ മാത്രം അത് ഇളക്കുന്നത് കണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ കോടാനുകൂടി സൂക്ഷ്മജീവികളാണ് നാടൻ പശുവിൻ്റെ ചാണകത്തിലുള്ളത്. അതിനുള്ളൊരു കൾച്ചർ, ആ സൂക്ഷ്മജീവികൾ വികസിപ്പിക്കാനുള്ള, ഡെവലപ്പ് ചെയ്യാനുള്ള, ജീവിക്കാനുള്ള ഒരു കൾച്ചറാണ് യഥാർത്ഥത്തിൽ ജീവാമൃതം. അപ്പോൾ അതിന് വളരെ ശ്രദ്ധയോടുകൂടി, അങ്ങനെ ജീവനുള്ളൊരു വസ്തുവാണ് ജീവാമൃതം. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ബാക്ടീരിയയും ഫംഗസൊക്കെ പലതരത്തിൽ വികസിച്ച് അല്ലെങ്കിൽ വിടർന്നു പോവുകയും അത് വളരാനുള്ള സാധ്യത കുറയും എന്നാണ് ഡോക്ടർ പലേക്കറിൻ്റെ സിദ്ധാന്തമാണ്. സുഭാഷ് പലേക്കർ എന്നുള്ള മഹാരാഷ്ട്രയിലുള്ള ഒരു കൃഷി ശാസ്ത്രജ്ഞനാണ് ഈ ഒരു രീതി കണ്ടെത്തിയതും. അത്തരത്തിൽ വ്യാപകമായി കേരളത്തിലും അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ജൈവ കൃഷി, സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നാണ് അതിൽ ഒരു ചെലവില്ലാ കൃഷി എന്നാണ് അതിൽ പേരിട്ടിട്ടുള്ളത്, വ്യാപകമായി ചെയ്യുന്ന ഒരു രീതിയാണ്. പാടവരമ്പത്തും പച്ചക്കറി വരമ്പത്തുമൊക്കെ ഇദ്ദേഹം ചെണ്ടുമല്ലി, വേപ്പില, പുല്ലിനങ്ങൾ മുതലായവ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇത്തരം ചെടികളുടെയും വൃക്ഷങ്ങളുടെയും സാന്നിധ്യം ജൈവകൃഷിക്ക് നൽകുന്ന സുരക്ഷിതത്വവും നേട്ടവും ഇദ്ദേഹം വിവരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പച്ചക്കറി തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ജെണ്ടുമല്ലി, വേപ്പ് അതുപോലുള്ള ചെടികൾ നട്ടയ്ക്കുന്നത് കണ്ടു. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞങ്ങൾ വർഷങ്ങളായിട്ട് കീടനാശിനി ഇവിടെ ഉപയോഗിക്കാറില്ല. ജൈവ കീടനാശിനി ഇല്ല, മറ്റുള്ള രാസ കീടനാശിനി ഇല്ല. അതിന് പകരമുള്ള ചെടികൾ കൊണ്ട് തന്നെ പ്രതിരോധം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ജന്തുക്കളെ കൊണ്ട് തന്നെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ള രീതി ബയോളജിക്കൽ കൺട്രോൾ എന്നുള്ള അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചെണ്ടുമല്ലി, പ്രത്യേകിച്ച് ചെണ്ടുമല്ലിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വേരുകൾ, ഈ നിമാവിരകളെ, പ്രത്യേകിച്ചും വാഴയിലൊക്കെയുള്ള വാഴയുടെ കാണ്ഡത്തിലുള്ള നിമാവിരകളെ ആകർഷിക്കുകയും അതിൻ്റെ വേരുകളിൽ ഇത് സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. അതുപോലെ പൂക്കളും അങ്ങനെ തന്നെ, ചെണ്ടുമല്ലി അല്ലെങ്കിൽ ജമന്തി അങ്ങനത്തെ പൂക്കളൊക്കെ ആണെങ്കിൽ ഈ ഷഡ്പദങ്ങളും മോത്തുകളൊക്കെ, നിശാശലഭങ്ങളൊക്കെ ഈ പൂക്കളെ ആകർഷിക്കുകയും നമ്മുടെ സാധാരണ കൃഷിയിൽ നിന്നുള്ള ശല്യം കുറയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒന്നാണ് ഈ വേട്ടാളൻ വകുപ്പപ്പെട്ട ചില ഷഡ്പദങ്ങളുണ്ട്. അവരും ഇതുപോലെ ഈ പുഴുക്കളെ കൊന്ന് അവർ നോൺ വെജിറ്റേറിയൻ ജന്തുക്കളാണ്. അപ്പോൾ അവർ ഇതിൻ്റെ പുഴുക്കളെ തിന്നുകയും അങ്ങനെ പുഴുക്കളെ നശിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ ചെടികളെ രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അതിന് ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള നിയന്ത്രണം എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെണ്ടുമല്ലി അല്ലെങ്കിൽ മാത്രമല്ല ഇത് കയ്പൻ, വേപ്പ്, ഉങ്ങ് അങ്ങനെ പലതരത്തിലുള്ള ചെടികൾ നട്ടാൽ തന്നെ അത് മറ്റ് സസ്യങ്ങൾക്ക് നന്നാവും എന്നുള്ള രീതിയിലാണ് അടുത്ത കാലത്തായിട്ട് കൃഷി ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയതാണ്. നെൽകൃഷിയും പച്ചക്കൃഷിയും അല്ലാതെ വേറെ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത്? അതിന് സഹായകമായിട്ടുള്ള എല്ലാ കൃഷികളും ചെയ്യാറുണ്ട്. ആദ്യം സെറികൾച്ചർ എന്നുള്ള രീതിയിൽ മൾബറി ഇതിന് സഹായകമായിട്ടുള്ള ചെടിയാണ്, ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പശു, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ പച്ചക്കറി കൃഷിക്ക് അല്ലെങ്കിൽ ജൈവ കൃഷികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള പശു, പ്രത്യേകിച്ച് നാടൻ പശുക്കളുടെ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതും ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി. എത്ര ഇനം പശുക്കളാണ് ഇവിടെ ഉള്ളത്? പ്രധാനമായിട്ടും കാസർഗോഡൻ ഇനങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. മണ്ണാർക്കാട് ജീവനത്തിലെ ബഷീർ മാഷ് ആണിത് ഇവിടെ തുടങ്ങി വെച്ചത്. അതിന് പുറമെ ഒരു വെച്ചൂർ പശു, വെച്ചൂർ കാളക്കുട്ടി ബ്രഹ്മദത്തൻ അതിവിടെ ഉണ്ട്. 2 ഗീർ പശുക്കൾ, ഗീർ കൂറ്റനും ഒരു ഗീർ പശുവും ഇവിടെ ഉണ്ട്. ടാർപാർക്കർ രാജസ്ഥാനിലെ ഒരു ഇനാണ്, അതും ഇവിടെ ഉണ്ട്. അങ്ങനെ മൊത്തം 22 പശുക്കൾ അല്ലെങ്കിൽ കാളകളൊക്കെ പട കൂടിയിട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അത് 1 ഏക്കർ ഒരു പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് 3 ഏക്കർ കൃഷി ചെയ്യാമെന്നാണ് പല. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയൊന്നും പശു ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഈ 22-ലെ 16 ഇത് ജൈവ കൃഷി താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ പ്രകൃതി കൃഷി താല്പര്യമുള്ളവർക്ക് നമ്മൾ കൊടുത്തിരിക്കും, വളർത്താനായിട്ട് കൊടുത്തിരിക്കുക. അവർക്ക് എപ്പോൾ സൗകര്യം വരണോ അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ ഒരാ പശുവിനെ തരണം എന്നൊരു സംവിധാനമാണ് നമ്മൾ ചെയ്തത്. ഇതിന്റെ പാലുൽപ്പന്നങ്ങളും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാറില്ല. പശുവിന്റെ പാല് പശുവിന്റെ കുട്ടിക്കാണെന്നാണ് നമ്മുടെ ഒരു സിദ്ധാന്തം. അതാത് ജന്തുക്കളുടെ പാലുകൾ അതാത് ജന്തുക്കളുടെ കുട്ടികളാണ് സാധാരണ പതിവുള്ളൂ. മനുഷ്യനൊഴികെ വേറൊരു ജന്തുവും വേറൊരു ജന്തുവിന്റെ പാല് കുടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രകൃതി ജീവനത്തിലേക്ക് വന്നപ്പോൾ പാല് ഉപയോഗിക്കാറില്ല. ആ പശുവിന്റെ കുട്ടിക്ക്
കൊടുക്കും. അപ്പോൾ ഗോമൂത്രവും ചാണകവുമാണ് നമ്മൾ ഇതിൽ ഗോമൂത്രവും ചാണകമാണ് കാര്യമായിട്ട്. മാത്രമല്ല അതിൻ്റെ ഒരു വിശേഷം വളരെയധികമാണ്. അപ്പോൾ നാടൻ പശുവിൻ്റെ ചാണകത്തിൽ ആയിരക്കണക്കിന് സൂക്ഷ്മാണുക്കൾ, സൂക്ഷ്മജീവികളാണ് ഉള്ളത്. ഗീർ പശുവിൻ്റെ മൂത്രത്തിൽ സ്വർണം ഉണ്ട് എന്നുള്ളത് വരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപൂർവ നെല്ലിനങ്ങളുടെയും ജൈവ പച്ചക്കറികളുടെയും സംരക്ഷകൻ മാത്രമല്ല കൃഷ്ണൻ, അപൂർവം പശുക്കളുടെ സംരക്ഷകൻ കൂടിയാണ്. വെച്ചൂർ, ഗീർ, കാസർഗോഡ് ഡാർഫ് എന്നിങ്ങനെ കേരളത്തിന്റെ ക്ഷീരമേഖലയിൽ ഔഷധമൂല്യമുള്ള പാൽ നൽകുന്ന പശുക്കളുടെ സംരക്ഷകൻ എന്ന നിലയിലും ഇദ്ദേഹം ശ്രദ്ധേയനാണ്. കുട്ടികളും മുതിർന്നവരുമായി 120 അന്തേവാസികൾ ഉൾക്കൊള്ളുന്ന അഭയയിൽ ചെറിയൊരു ഭവനത്തിൽ തന്നെയാണ് കൃഷ്ണനും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. ഇന്നിപ്പോൾ മുതിർന്ന 2 മക്കളുടെ അച്ഛനായിരിക്കുമ്പോഴും തന്റെ സേവനപാതയിൽ നിന്ന് അകന്നു കഴിയാൻ ഇദ്ദേഹം വിമുഖത കാട്ടുന്നു. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ഇദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനം VT ഭട്ടതിരിപ്പാട് അവാർഡ്, കാരുണ്യ അവാർഡ് എന്നിവയാണ്. ഇവയ്ക്ക് പുറമെ മറ്റനേകം പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഒരു പ്രകൃതി സംരക്ഷകൻ എന്ന നിലയിലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശീലിച്ച കൃഷ്ണൻ തന്റെ സ്ഥാപനത്തിൽ മഴവെള്ള സംഭരണിയും ബയോഗ്യാസ് പ്ലാന്റുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ദൗർലഭ്യതയെ അതിജീവിക്കാനും അടുക്കളയിലേക്ക് ആവശ്യമായ ഗ്യാസ് ലഭ്യതയും ഉറപ്പുവരുത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സേവനമാണ് യഥാർത്ഥ ഈശ്വരവിശ്വാസം എന്ന് മനസ്സിലാക്കണമെങ്കിൽ പാലക്കാട് കൊപ്പത്ത് അഭയയിൽ എത്തിപ്പെടണം. ഈ കർമ്മയോഗി കേരളത്തിന്റെ ജൈവസമ്പത്തിന്റെ സംരക്ഷകൻ മാത്രമല്ല, കേരളത്തിന്റെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നന്മയുടെ നെടുനായകത്വവും ഇദ്ദേഹത്തിൽ അർപ്പിക്കപ്പെടുന്നതിൽ അതിശയോക്തി ഏതുമില്ല. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता।